സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എൻ്റെ കേരളം എക്സിബിഷന് മലപ്പുറം കോട്ടക്കുന്ന് മൈതാനത്ത് നാളെ തുടക്കമാകും. മെയ് 7 മുതൽ 13 വരെയാണ് മെഗാ പ്രദർശന വിപണന ഭക്ഷ്യ കലാമേള നടക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മലപ്പുറം കോട്ടക്കുന്ന് മൈതാനത്ത് എൻ്റെ കേരളം എക്സിബിഷൻ നടക്കുന്നത്. നാളെ വൈകിട്ട് 3 മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുന്നതോടെ മേളയ്ക്ക് തുടക്കമാകും. മെയ് 13 വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശന മേളയിൽ ശീതീകരിച്ച 150 തീം സ്റ്റാളുകൾ, 60 വിപണന സ്റ്റാളുകൾ, രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, PRDയുടെ എൻ്റെ കേരളം പവലിയൻ, സ്പോർട്സ് സോൺ, മിനി തിയേറ്റർ തുടങ്ങിയ വിവിധ സ്റ്റാളുകൾ ഉണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല പരിപാടി 12-ന് രാവിലെ 10:30 മുതൽ 12:30 വരെ റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. മെയ് 7 മുതൽ 13 വരെ കോട്ടക്കുന്നിൽ വെച്ച് എൻ്റെ കേരളം പ്രദർശന വിപണന ഭക്ഷ്യ കലാമേള നടക്കുന്നു എന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. ഈ വിപണന മേളയിൽ സംസ്ഥാന സർക്കാരിൻ്റെ 90ഓളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് ഈ മേളയുടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രദർശനത്തിന്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ നഗരത്തിൽ ഗതാഗത പരിഷ്കാരം ഉണ്ടാകുമെന്ന് മലപ്പുറം SP R. വിശ്വനാഥ് അറിയിച്ചു. പ്രമാണിതമായിട്ടുള്ള തിരക്കനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പാർക്കിംഗ് അവിടെ അനുവദിക്കുന്നതല്ല. വരുന്നതിനകത്ത് 150 വാഹനത്തിൽ കൂടുതൽ ഇപ്പോൾ അവൈലബിൾ പാർക്കിംഗ് സ്പേസസ് മുകളിലില്ല. അപ്പം അത് പ്രകാരം ഉൾക്കൊള്ളാവുന്ന അത്ര വാഹനങ്ങൾക്ക് അവിടെ പാർക്കിംഗ് കൊടുത്തതിന് ശേഷം പിന്നീട് ഡൈവേർഷൻ ആയിരിക്കും ഉണ്ടാവുക. നിലവിലുള്ള എൻട്രി എക്സിറ്റുകൾ സ്വാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കോട്ടക്കുന്നിലേക്ക് പോകുമ്പോൾ ഉള്ളത് വലത് വശത്ത് കൂടെ എൻട്രിയിൽ ഇടത് വശത്ത് കൂടെ എക്സിറ്റ് ആണെങ്കിലും ബൈക്കുകളൊക്കെ ആയിരിക്കും നടക്കുക. അപ്പോൾ നാളെ അത് സ്റ്റാർട്ടാവും. ഈ റൂട്ടിൽ യാതൊരു കാരണവശാലും പാർക്കിംഗ് അനുവദിക്കില്ല. സ്വാഭാവികമായിട്ട് ചെറിയ റോഡാണ്, കയറ്റമാണ്, അതൊന്നും അനുവദിക്കില്ല. പ്രദർശനം രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലയിലെ MP മാർ, MLA മാർ തുടങ്ങിയവർ പങ്കെടുക്കും. കൂടാതെ വിവിധ ദിവസങ്ങളിൽ സെമിനാറുകൾ, വൈകിട്ട് കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. ജനം, മലപ്പുറം.